മോഷ്ടിക്കാൻ ചെന്ന് കയറുന്ന വീട്ടിൽ തന്നെക്കായാലും വലിയൊരു സൈക്കോ കയറിയിരിപ്പുണ്ടെന്ന് ഈ മോഷ്ടാവ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സിനിമയുടെ തുടക്കമൊക്കെ ഭയങ്കര സിമ്പിളായിട്ടാണ്. ചായ് ഗ്രാമപ്രദേശത്തെ ഒരു നാട്ടുമ്പുറത്തെ ഒരു വീട്ടിലേക്ക് താമസം മാറുകയാണ്. ഒരു പഴയ വീടാണ്. പഴയ വീടാണേലും ചായ് അങ്ങോട്ടേക്ക് താമസം മാറുകയാണ്. വീടിൻ്റെ ജനലുകളും വാതിലുകളും ഒക്കെ ഉറപ്പിക്കാനായിട്ട് അവിടെ തന്നെയുള്ള അർക്കൻ എന്ന് പറയുന്ന ഒരാളെയാണ് പണി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അർക്കൻ അവിടുത്തെ ജനലും വാതിലും ഒക്കെ ഉറപ്പിച്ച് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചായ് ആണെങ്കിലോ ഈ അർക്കൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അർക്കനെ അത്ര വിശ്വാസം ഇല്ലാത്ത പോലെ അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ അർക്കൻ ഒരു ജയിൽ പുള്ളിയായിരുന്നു. അത് ചായക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അർക്കനെ നമ്മുടെ ചായ് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നത്. ചെയ്യുന്ന പണികളെല്ലാം എന്താണെന്ന് നോക്കുന്നുണ്ട്. ചായയാണ് കേട്ടോ ഈ കുടുംബത്തിൻ്റെ ഗൃഹനാഥൻ. അപ്പോൾ ഈ ചായ് ഒരു വലിയൊരു ജ്വല്ലറി ബ്രാൻഡിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഈ ചായ് ഇങ്ങനെ നമ്മുടെ അർക്കൻ്റെ പണികളെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ടെങ്കിലും അർക്കനൊരു കാര്യം മനസ്സിലാക്കി, ആ വീട്ടിലൊരു രത്നമുണ്ടെന്ന്. പക്ഷേ ജയിൽപ്പുള്ളിയൊക്കെ ആയിരുന്നെങ്കിലും അർക്കനത് മോഷ്ടിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പണിയെല്ലാം തീർത്തിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ എത്തിയപ്പോൾ അതാ വലിയൊരു പുകില്. എന്താണെന്നല്ലേ, നമ്മുടെ അർക്കൻ ജയിലിലായിരുന്ന സമയത്ത് അർക്കൻ്റെ ഭാര്യ ഒരു വട്ടപ്പലിശക്കാരൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പൈസ തിരിച്ചു കൊടുക്കാമെന്നും ആ പൈസയായിട്ട് ഞാൻ വരുമെന്നും പറഞ്ഞാണ് നമ്മുടെ അർക്കൻ പണിക്ക് പോയത്. പണിക്ക് പോയിട്ട് വന്ന അർക്കനാവട്ടെ കയ്യിൽ പൈസയൊന്നും ഇല്ലതാനും. ഇത് കണ്ട ഭാര്യയ്ക്ക് കലിമൂത്ത് വായി തോന്നി ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് ഭയങ്കര വഴക്കായി. അപ്പോൾ സൈ എട്ട അർക്കൻ ആ വട്ടപ്പലിശക്കാരനെ തേടി ഇറങ്ങിപ്പോവുകയാണ്. എന്നിട്ട് അയാളെ പോയി കണ്ടുപിടിച്ചിട്ട് അയാളോട് പറയും, ഇന്ന് അർദ്ധരാത്രിക്കുള്ളിൽ തൻ്റെ പൈസ ഞാൻ കൊണ്ട് തരാമെന്ന്. അർക്കൻ്റെ ഉദ്ദേശം എന്താണെന്നല്ലേ, ചായയുടെ വീട്ടിൽ പോയിട്ട് ആ രത്നം മോഷ്ടിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. ചായയുടെ വീട്ടിൽ പണിയെടുത്ത സമയത്ത് അർക്കനൊരു കാര്യം മനസ്സിലായി, ഇന്ന് രാത്രി ചായയും കുടുംബം എവിടെയോ ടൂർ പോകുന്നുണ്ടെന്ന്. അർക്കൻ നേരെ ആ വീട്ടിലേക്ക് പോവുകയാണ്. അർക്കൻ ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ആ വീട്ടിലാണെങ്കിലോ അവനെക്കായാലും മുന്നേ ഒരു സൈക്കോ കയറിയിട്ടുണ്ടായിരുന്നു. ആ സൈക്കോയാണ് വീട്ടിൽ ഫുള്ള് ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓരോ കെണികളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ സൈക്കോ നമ്മുടെ ഗൃഹനാഥനായ ചായയെ കൊല്ലാക്കൊല കൊല്ലുകയാണ്. ചായയുടെ ഭാര്യനെ പൂട്ടിയിട്ടിരിക്കുകയാണ്. മൂത്ത മകൾ എവിടെയോ പോയതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. ഇളയ മകളെ കാണാനുമില്ല. ഇതിനിടയിലേക്കാണ് നമ്മുടെ അർക്കൻ കയറി ചെല്ലുന്നത്. എന്താ അല്ലേ അവസ്ഥ. ഈ സൈക്കോ കില്ലർ ആണെങ്കിലോ വീട് നിറച്ചു എന്തൊക്കെയോ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഭയങ്കര രക്തരൂക്ഷിതമായ ഒരു സിനിമയാണ് കേട്ടോ. സൈക്കോ കില്ലർ നമ്മുടെ ചായയെ കൊല്ലുന്നുണ്ട്. രത്നം മോഷ്ടിക്കാനായിട്ട് ചെന്ന് കയറിയ നമ്മുടെ അർക്കൻ ലാസ്റ്റ് ആ കുടുംബത്തെ രക്ഷിക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. രക്തച്ചൊരിച്ചിലുകൾ നിറഞ്ഞൊരു കിഡിലൻ സിനിമ തന്നെയാണ്. നിങ്ങളൊരു ലോല ഹൃദയനാണെങ്കിൽ പ്ലീസ് സ്റ്റെപ്പ് ബാക്ക്. നിങ്ങൾക്ക് രക്തച്ചൊരിച്ചിലുകളൊന്നും പ്രശ്നമില്ല, പച്ചമാംസം ഒന്നും കാണുന്നതുകൊണ്ട് ഒന്നും തോന്നുന്നില്ല എങ്കിൽ ഈ സിനിമ നിങ്ങൾക്കുള്ളതാണ്. ബാക്കി കണ്ടു തന്നെ അനുഭവിക്കൂ.